യെസ് മക്കളെ, ഗുഡ് ഈവനിങ്. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ JEE ഡിസ്കഷൻ സീരീസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി സെക്കൻഡ് ഫേസൊക്കെ JEE വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറേയും കൂടി ആദ്യത്തെ ഫേസിൽ നമുക്ക് വന്നിട്ടുള്ള ഫോൾട്ടുകളൊക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകേണ്ട ഒരു സമയമായിട്ടുണ്ട്. ആദ്യത്തെ ഫേസിൽ നന്നായിട്ട് എഴുതാൻ പറ്റാത്ത ആൾക്കാർക്കും അതുപോലെ തന്നെ നന്നായിട്ട് എഴുതിയ ആൾക്കാർക്ക് ഒന്നും കൂടെ മെച്ചപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ നിന്നല്ല ഞാൻ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഇയറിലെ കുറച്ച് ചാപ്റ്ററിൽ നിന്നും ഫസ്റ്റ് ഇയറിലെ കുറച്ച് ചാപ്റ്ററിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഇയറിലെ ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസത്തിൽ നിന്നും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ റാൻഡമായിട്ട് ചില ചാപ്റ്റേഴ്സിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. അത് വല്ലാതെ ടഫല്ല, എന്നാൽ കുറച്ചൊക്കെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കലി നമ്മളെ വല്ലാതെ കഷ്ടപ്പെടുത്താത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബട്ട് സംവാട്ട് ട്രിക്കി ആയിട്ടുള്ളതാണെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ തെർമോഡൈനാമിക്സിൽ നിന്നാണ്. An ideal monatomic gas is confined in a cylinder which is fitted with a piston which is connected to a spring as shown in the figure. ബോർഡൊക്കെ വിസിബിൾ ആയിരിക്കുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ബോർഡിൻ്റെ വിസിബിലിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ. സോ an ideal monatomic gas confined in a cylinder fitted with a piston which is connected to a spring as shown in the figure. Initially the spring is in the state of natural length. Now the gas is heated by a small electric heater until the piston moves out slowly by 0.1 meter. So what is the work done by the gas എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തന്നിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഈ സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. പിസ്റ്റൻ്റെ ഏരിയ, ഈ ഒരു സെക്ഷൻ്റെ ഈ പിസ്റ്റൺ സെക്ഷൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. പിന്നെ അറ്റ്മോസ്ഫറിക് പ്രഷർ, നോർമൽ അറ്റ്മോസ്ഫറിക് പ്രഷറിലാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, അവിടെ നൗ ദ ഗ്യാസ് ഇസ് ഹീറ്റഡ് ബൈ എ സ്മോൾ ഇലക്ട്രിക് ഹീറ്റർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ചേമ്പറിനകത്താണ് മോണോറ്റോമിക് ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. ലെറ്റ് ഇറ്റ് ബി ഹീലിയം. അതിപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇതിനെ ഈ ഒരു സെക്ഷൻ റീജിയനിലാണ് നമ്മളുടെ ഗ്യാസ് ഇരിക്കുന്നത്. അപ്പോൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ് ആണ്. ആ ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്താൽ മാത്രം പോരാ, അവിടെ ഈ എക്സ്പാൻഷൻ്റെ ഒപ്പം തന്നെ ഈ പിസ്റ്റണിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണം. സോ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന സമയത്ത് നാച്ചുറലി ഈ സ്പ്രിങ് കംപ്രസ്ഡ് ആവും. അപ്പോൾ ഗ്യാസ് ചെയ്ത ടോട്ടൽ വർക്ക് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ഫോർ എക്സ്പാൻഷൻ. അതിൻ്റെ സ്വന്തം എക്സ്പാൻഷനുള്ളൊരു വർക്ക് എന്തായാലും അത് ചെയ്യണം. പ്ലസ് വർക്ക് ഡൺ ഫോർ കംപ്രസിങ് ദ സ്പ്രിങ്. അതായത് സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യാനും വർക്ക് ചെയ്യണം, സ്വന്തം എക്സ്പാൻഷന് വേണ്ടി വർക്ക് ചെയ്യണം. ഇത് രണ്ടും കൂടെയുള്ള ടോട്ടൽ വർക്കാണ് അതിന് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ടോട്ടൽ വർക്ക് നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം? ഇതിൻ്റെ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. വർക്ക് ഡൺ ഫോർ കംപ്രഷൻ ഓഫ് ദ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് മസ്റ്റ് ബി സ്റ്റോർഡ് ഇൻ ദ സ്പ്രിങ്. ഇത് സ്വാഭാവികമായിട്ടും എത്രയായിരിക്കും? ഹാഫ് ഇൻറ്റു kx² ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. 0.1 മീറ്ററാണ് കംപ്രഷൻ നടക്കേണ്ടത്. ഇതാണ് നോക്കേണ്ടത്. വർക്ക് ഡൺ ഫോർ എക്സ്പാൻഷൻ, വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് നമുക്കിപ്പോൾ എന്തായിട്ട് എഴുതാം? ഇവിടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ തന്നിട്ടുണ്ടോ? യെസ്, വർക്ക് ഡൺ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ PdV എന്ന് വരും. പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ dV എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് പ്രഷർ ഇൻറ്റു ഇൻ്റഗ്രൽ dV എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇത് ഗ്യാസ് ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്തു എന്ന് വിചാരിക്കും. സോ ഈ പിസ്റ്റണിൻ്റെ പൊസിഷൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും. പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സംഭവിച്ചിട്ടുള്ള എക്സ്റ്റൻഷൻ നമുക്ക് dx ആയിട്ട് വിചാരിക്കാം. ആ dx എന്ന് പറയുന്ന എമൗണ്ട് വർക്ക് ചെയ്യുക, dx എന്ന് പറയുന്ന ഒരു എക്സ്പാൻഷന് വേണ്ടി അത് ചെയ്യേണ്ടി വരുന്ന വർക്ക്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ എത്ര വരും? ഏരിയ, ഇതിൻ്റെ ഏരിയയാണ് A ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. A ഇൻറ്റു dx എന്ന് വരും. അത് നേരെ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ കോൺസ്റ്റൻ്റ് ആണ്, ഏരിയ പുറത്തേക്ക് എടുക്കുന്നു, ഇൻറ്റു dx പ്ലസ് ഹാഫ് ഇൻറ്റു kx² എന്ന് പറഞ്ഞുകൊണ്ട് വരും. പ്രഷർ, ഏരിയ രണ്ടും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. പ്രഷറിൻ്റെ വാല്യൂ ഉണ്ട്, ഏരിയ ക്രോസ് സെക്ഷൻ ഉണ്ട്. ഇൻ്റഗ്രൽ dx എടുത്തു എന്ന് വിചാരിക്കുക. ഞാനത് നെക്സ്റ്റ് പേജിലേക്ക് പോകണമെങ്കിൽ നെക്സ്റ്റ് പേജിലേക്ക് പോകാം. കാരണം ഇത്ര സ്പേസ് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടൊന്നും, താഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, കുഴപ്പമില്ല മക്കളെ. അപ്പോൾ ഞാനത് കാരണം ഇനി കൂടുതൽ അങ്ങനെ സ്റ്റെപ്പുകളൊന്നും വരുന്നില്ല. അപ്പോൾ പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ അത് x വരും. എക്സ് എവിടെ തൊട്ട് എവിടെ വരെയാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കേണ്ടത്? 0 to 0.1 വരെയാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. പ്ലസ് ഹാഫ് ഇൻറ്റു
കെ എക്സ് സ്ക്വയർ. ലിമിറ്റ് നമുക്ക് പിന്നെ കൊടുക്കാം കേട്ടോ, ലാസ്റ്റ് നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ഇപ്പോൾ നമ്മളത് എഴുതേണ്ട കാര്യം പിന്നീട് നമുക്കത് എഴുതിയാൽ മതി. അപ്പോൾ പി എ എക്സ് പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമ്മൾ ടോട്ടൽ വർക്ക് കിട്ടി. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിൽ അടുത്ത പേജിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ പി എ എക്സ് പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 0.1 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അടുത്ത പേജിലേക്ക് പോവാണ്. ഇതുവരെ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡൺ ഈക്വൽ ടു പി എ എക്സ് പ്ലസ് ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ എന്ന് വരും. പ്രഷർ തന്നിട്ടുള്ളത് 1 atmosphere ആണ്, അല്ലെങ്കിൽ 10⁵ പാസ്കൽ. ഏരിയ വരുന്നത് 8 × 10⁻³ മീറ്റർ ക്യൂബ് ആണ്. എക്സിൻ്റെ വാല്യൂ 0.1 മീറ്റർ അല്ലെങ്കിൽ 10⁻⁻1 പ്ലസ് ഹാഫ് ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് 8000 എന്നല്ലേ തന്നിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് 8 × 10⁻³ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁻². ഇതങ്ങ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഇതിപ്പോൾ എത്ര വരും? 5 5 - 4 1 വരും. അപ്പോൾ ഇത് 80 കിട്ടും. പ്ലസ് ഇത് 80യുടെ ഹാഫ് അല്ലേ, 40. സോ യുവർ ആൻസർ മസ്റ്റ് ബി 120 ജൂൾ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നിയേക്കാം, ബട്ട് ചെറിയൊരു ലോജിക്കാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അത്യാവശ്യം നമുക്ക് ജെഇക്കൊക്കെ ചോദിക്കാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അവിടെ ഓപ്ഷൻ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 120 ജൂളാണ് ആൻസർ വരുന്നത്. സോ അവർ ആൻസർ വിൽ ബി ദ തേർഡ് ഓപ്ഷൻ. മൂന്നാമത്തെയാണ് അവിടെ ആൻസർ വരിക. സോ അതങ്ങനെ. ദെൻ നിങ്ങളിപ്പോൾ കഴിയുന്ന വെച്ചാൽ അത് സ്റ്റെപ്പുകൾ എഴുതുമ്പോൾ അത് ലെങ്തി ക്വസ്റ്റൻ ആണെങ്കിൽ ഞാൻ എഴുതുന്ന സമയത്ത് നോട്ട് ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ പേജ് മറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കണ്ടിന്യൂറ്റി പ്രശ്നം വരണ്ട. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ എഴുതണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണ്? ഫോർ എ തെർമോഡൈനാമിക് സിസ്റ്റം. തെർമോസ് ഇല്ല കേട്ടോ, എന്തോ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഫോർ എ തെർമോഡൈനാമിക് സിസ്റ്റം ദ പ്രഷർ ആൻഡ് ദ വോളിയം. ഫോർ എ തെർമോഡൈനാമിക് സിസ്റ്റം ദ പ്രഷർ ആൻഡ് ദ pressure, volume and the temperature are related as P equal to alpha T square divided by V. V stands for volume. Alpha is any positive constant. The work done by the system for a constant pressure process, isobaric process ആണ്. ഇത് ആലോചിച്ചോളൂ. Constant pressure process when the temperature changes from T0 to T0. ഈ ഒരു കണ്ടീഷനിൽ നടക്കുന്ന വർക്ക് എത്രയാണ്? അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. അപ്പോൾ നമുക്ക് വർക്കല്ലേ കണ്ടുപിടിക്കേണ്ടത്. വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഇൻ്റഗ്രൽ പി ഡി വി ആണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് പി ഈക്വൽ ടു ആൽഫ ടി സ്ക്വയർ ഡിവൈഡ് ബൈ വി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ ആ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പി വി ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി സ്ക്വയർ എന്നല്ലേ വരിക. പി വി ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ രണ്ട് സൈഡിലും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. രണ്ട് സൈഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. കാരണം ഇവിടെ ഇപ്പോൾ നമുക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്? വർക്ക് ഇസ് ഈക്വൽ ടു പി ഡി വി ആണ്. വർക്ക് ഇസ് ഈക്വൽ ടു പി ഡി വി. പി ഡി വിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ വർക്ക് ഡൺ ഈക്വൽ ടു ഇൻ്റഗ്രൽ പി ഡി വി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. വോളിയത്തിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പി ഡി വി ഇപ്പോൾ ഞാനവിടെ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യുകയാണ്. അപ്പോൾ പി ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആൽഫ ടി ഇൻറ്റു ഡി ടി എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. ഇതല്ലേ ശരിക്കും പറഞ്ഞ വർക്കായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്താൽ മതി? പി ഡി വിക്ക് പകരം 2 ആൽഫ ടി ഡി ടി എന്ന് പറഞ്ഞുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 ആൽഫ ടി ഡി ടി എന്ന് പറഞ്ഞിട്ട് കിട്ടും. എവിടെ തൊട്ട് എവിടെ വരെയാണ്? ഇവിടെ ഇൻ്റഗ്രൽ 2 ആൽഫ കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ വാരിയബിൾ ഡി ടി ആണ്. സോ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് T0 to 2T0 ആണ്. സോ യു ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ഫ്രം T0 to 2T0. ഇനി വലിയ പാടൊന്നുമില്ലല്ലോ. അപ്പോൾ എത്രയായി? 2 ആൽഫ എന്തായാലും കോമൺ ആയിട്ട് അവിടെ പുറത്ത് വന്നു. പിന്നെ വരുന്നത് T സ്ക്വയർ ഡിവൈഡർ ബൈ 2 അല്ലേ? T സ്ക്വയർ ഡിവൈഡർ ബൈ 2 അത് വെട്ടിപ്പോയി. T സ്ക്വയർ ഫ്രം T0 to 2T0. കാര്യങ്ങൾ ശരിയായില്ലേ? ഒരു ആൽഫ അവിടെ ഉണ്ട്. ഇവിടെ 4T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4T0 സ്ക്വയർ മൈനസ് T0 സ്ക്വയർ. 4T0 സ്ക്വയർ മൈനസ് T0 സ്ക്വയർ എന്ന് വരും. സോ നമ്മുടെ ആൻസർ വരുന്നത് 3 ആൽഫ T0 സ്ക്വയർ. സോ ഓപ്ഷൻ വരുന്നത് ഏതാണ്? രണ്ടാമത്തെ ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷനാണ് ആൻസർ വരുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ ഈ പി ഈക്വൽ ടു ആൽഫ ടി സ്ക്വയർ ബൈ വി എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാം. അതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. വലിയ ന്യൂമറിക്കൽ കലാപരിപാടികളൊന്നും ഇല്ലാത്ത എന്നാൽ കുറച്ചൊക്കെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് എല്ലാ ജെഇയിൽ തന്നെ നിങ്ങൾ എഴുതിയ ആൾക്കാർക്ക് അറിയാം എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ ടഫായിട്ടുള്ളതായിരുന്നില്ല. ന്യൂമറിക്കലി കുറച്ചൊക്കെ സിമ്പിളായിട്ടുള്ള എന്നാൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ജെഇ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയ ആൾക്കാർ, ജെഇ മെയിൻസ് എഴുതിയ ആൾക്കാരായിരിക്കുമല്ലോ എല്ലാവരും. ഫിസിക്സ് കമ്പാരിറ്റീവ്ലി പ്രതീക്ഷിച്ചതിനേക്കാൾ എളുപ്പമായിരുന്നു.
അത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ല, പലരും പറഞ്ഞ് അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത കുറച്ച് ലെങ്തി ക്വസ്റ്റൻ ആണ് മക്കളെ. ഇത് ഞാൻ എഴുതുമ്പോൾ തന്നെ നിങ്ങൾ തുടക്കത്തിൽ എഴുതി പൊക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്തായാലും സ്പേസ് കുറവാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഇതിൻ്റെ ഫിഗർ ദ സ്പ്രിങ് ഹാസ് എ ഫ്രീ അല്ല, ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. ചെറിയ ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ട്, തൽക്കാലം ക്ഷമിക്കുക. ദ സ്പ്രിങ് ഹാസ് എ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് കെ, ദ പുള്ളി ഈസ് ലൈറ്റ് ആൻഡ് സ്മൂത്ത്, ദ സ്പ്രിങ് ആൻഡ് ദ സ്ട്രിങ് ആർ ഓൾസോ ലൈറ്റ്. അതായത് അതിൻ്റെ മാസ് കൺസിഡർ ചെയ്യേണ്ട, അതാണ് ലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ സസ്പെൻഡഡ് ബ്ലോക്ക് ഹാസ് എ മാസ് ഓഫ് എം, ദ ബ്ലോക്ക് ഈസ് സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്ഡ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ ആൻഡ് ദെൻ റിലീസ്ഡ്. ഇപ്പോൾ അത് ഓൾറെഡി ഒരു ചെറിയൊരു സ്ട്രെച്ചിങ് എന്തായാലും ഉണ്ടാവുമല്ലോ, കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ ഈ മാസിൻ്റെ വെയിറ്റ് കാരണം, ഇതിൻ്റെ ഒന്നും വെയിറ്റ് നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാസിൻ്റെ വെയിറ്റ് കാരണം സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ ഇവിടെ ഓൾറെഡി ഉണ്ടാവും. ഇത് സ്പ്രിങ് ഇതിൻ്റെ നാച്ചുറൽ ലെങ്ത്തിലല്ല ഇരിക്കുന്നത്. The suspended block has a mass of m. If the block is slightly displaced from the equilibrium position and then released, the time period of vertical oscillation will be നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുള്ളതാണ്. സോ നമുക്ക് ഇതിനെ ആദ്യം തന്നെ അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു എക്സ്റ്റൻഷൻ, ചെറിയൊരു എക്സ്റ്റൻഷൻ എന്തായാലും ഉണ്ട്. എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ ഇപ്പോൾ ഇവിടെ തുടക്കത്തിലേ ഉണ്ടെന്ന് വിചാരിക്കുക. ഓസിലേഷൻ തുടങ്ങിയിട്ടില്ല കേട്ടോ ഇവിടെ. പിന്നെ ഡൗൺവേർഡ് ആയിട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം ജി ആണ്. ഈ എം ജി കാരണം ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും. നമുക്കതിനെ ഇനീഷ്യൽ ടെൻഷൻ എന്നുള്ള മീനിങ്ങിൽ വി ജസ്റ്റ് പുട്ട് ഇറ്റ് ആസ് T0. സോ രണ്ട് കയറിലും ഒരേ സ്ട്രിങ് ആയതുകൊണ്ട് സെയിം ടെൻഷൻ എക്സ്പീരിയൻസ് ചെയ്യും. സോ നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന കാര്യം, അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം കെ ഇൻറ്റു എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ, കെ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ താഴേക്കുള്ള ഫോഴ്സ്, ഇതിൽ സ്ട്രിങ്ങിൽ വരുന്ന ടെൻഷനാണ്. ഈ ടെൻഷനാണ് ആരെ സ്ട്രെച്ച് ചെയ്യുന്നത്, ഈ സ്പ്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്യുന്നത്. കെ ഇൻറ്റു എക്സ് നോട്ട് ഈക്വൽ ടു എത്ര വരും, T0 പ്ലസ് T0, അതായത് 2T0 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. കെ ഇൻറ്റു എക്സ് നോട്ട് ഈക്വൽ ടു 2T0. പക്ഷേ ഈ T0 എന്ന് പറയുന്നത് ആര് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ഈ എം മാസിന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന മാസിൻ്റെ വെയിറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വി ക്യാൻ ഓൾസോ റൈറ്റ് ആസ് T0 ഈസ് ഈക്വൽ ടു mg. ഇത് ഇപ്പോഴത്തെ ഇനീഷ്യൽ സ്റ്റേജാണ്. നമ്മൾ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് ഈ മാസിനെ താഴേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വിട്ട് റിലീസ് ചെയ്യുന്നു. സോ ഇറ്റ് വിൽ പെർഫോം എ വെർട്ടിക്കൽ ഓസിലേഷൻ. അതിൻ്റെ ടൈം പീരീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ നമ്മൾ താഴേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന പുതിയ ടെൻഷൻ ടി എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഓൾറെഡി mg ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ആരും കൂടെ വരും, എം എന്ന് കൂടെ വരും. എ എന്ന് പറഞ്ഞാൽ ദ ആക്സിലറേഷൻ വിത്ത് വിച്ച് ദ ആക്സിലറേഷൻ ദാറ്റ് യു ആർ എക്സ്റ്റേണലി ഗിവിങ്. അപ്പോൾ നമുക്കവിടെ എം എ, ഈ എം എ എന്ന് പറയുന്ന അഡീഷണൽ ഫോഴ്സ് കൊണ്ടാണ് അവിടെ ഓസിലേഷൻ നടക്കുന്നത്. ഇത് പലരും ബൈഹാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ബട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമ്മൾ ഓൾറെഡി താഴേക്ക് എം എ എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഫോഴ്സ് കൊടുക്കുന്നത്. ഈ ഫോഴ്സാണ്, ഇത് ഓൾറെഡി ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തില്ല, ഇത് ഓൾറെഡി സ്ട്രെച്ചഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഇൻ ഈക്വിലിബ്രിയം പൊസിഷൻ. ആ ഈക്വിലിബ്രിയം പൊസിഷനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് എം എ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് താഴേക്ക് കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതൊക്കെ താഴേക്ക് കൊടുത്ത് റിലീസ് ചെയ്യുമ്പോഴാണ് സ്പ്രിംഗ് മാസ് സിസ്റ്റം സ്റ്റാർട്ട്സ് വെർട്ടിക്കൽ ഓസിലേഷൻസ്. അപ്പോൾ എം എ ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് പറയാം, എം ജി മൈനസ് ടി എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. ഇതിൽ ഇപ്പോൾ ടി എത്രയാണ്, ഈ ടി എന്ന് പറഞ്ഞാൽ നമ്മൾ വലിച്ചു വിട്ടതിന് ശേഷമുള്ള ടെൻഷനാണ്. ഇത് ഇനീഷ്യൽ ടെൻഷൻ T0 ആണ്, ഇപ്പോഴത്തെ ടെൻഷൻ ടി ആണ്. അപ്പോൾ ആ ടിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ആ ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളാണ് അടുത്തത്. അപ്പോൾ ടി ഈക്വൽ ടു എത്ര വരുമെന്ന് നമ്മൾ നോക്കണം. ടെൻഷൻ്റെ വാല്യൂ എത്ര വരും മക്കളെ? അപ്പോൾ നമുക്ക് ഓൾറെഡി അവിടെ അറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ T0 ഈക്വൽ ടു mg ആണ്. നമുക്കിനി ആ സ്ട്രെച്ച് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ഇതിനെ താഴേക്ക് ഈ എം എ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ ഈ സ്ട്രിങ്ങിന് എക്സ് എന്ന് പറയുന്ന ദൂരത്ത്, എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഞാനിതിനെ താഴേക്ക് വലിച്ചു എന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന്, അതായത് സ്ട്രിങ്ങിൻ്റെ ഈ സൈഡിൽ നിന്ന് ഒരു x/2 എക്സ്റ്റൻഷൻ ഉണ്ടാവും, ഈ സൈഡിൽ നിന്നും ഒരു x/2 എക്സ്റ്റൻഷൻ ഉണ്ടാവും. അങ്ങനെയാണ് ടോട്ടൽ. നമ്മളിപ്പോൾ ഇതിനെ 10 സെൻറ്റിമീറ്റർ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ 5 സെൻറ്റിമീറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ ഇവിടുന്നും 5 സെൻറ്റിമീറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ ഇവിടുന്ന് ആയിരിക്കും, രണ്ട് ഓപ്പോസിറ്റ് സൈഡുകളിൽ നിന്ന്. ഒറ്റ സ്ട്രിങ് അല്ലേ, അല്ലാണ്ട് ഇവിടുന്ന് മാത്രം വലിയും ഇവിടുന്ന് വലിയാതിരിക്കും, അങ്ങനെ ഒരു അവസ്ഥ പോസിബിൾ അല്ലല്ലോ. അപ്പോൾ x സെൻറ്റിമീറ്റർ താഴേക്ക് വലിച്ചാൽ അതിലെ x/2 ഇപ്പുറത്തുനിന്നും x/2 ഇവിടുന്നും ബാക്കി x/2 ഇപ്പുറത്തുനിന്നുമാണ്. ഓക്കെ, അപ്പോൾ എഫക്റ്റീവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്പ്രിങ്ങിനുണ്ടാവുന്ന അപ്പോൾ x/2 എക്സ്റ്റൻഷൻ ഇപ്പുറത്തുനിന്നും x/2 എക്സ്റ്റൻഷൻ ഇപ്പുറത്തുനിന്ന് വന്നു. അങ്ങനെയാണ് നമുക്ക് x സെൻറ്റിമീറ്റർ എക്സ്റ്റൻഷൻ അവിടെ ടോട്ടലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഈ സ്പ്രിങ്ങിനുണ്ടാവുന്ന എക്സ്റ്റൻഷൻ എത്ര ഉണ്ടാവുള്ളൂ, x/2 അല്ലേ ഉണ്ടാവുള്ളൂ. കാരണം ഈ രണ്ട് സൈഡിൽ നിന്നും x/2 സ്ട്രെച്ചിങ് വന്നാൽ ദ സ്പ്രിങ് വിൽ ബി എക്സ്റ്റെൻഡഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് x/2.
അപ്പോൾ സ്പ്രിങ്ങിന് ഉണ്ടാകുന്ന എക്സ്റ്റൻഷൻ x/2 ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ടെൻഷൻ എഴുതണ്ടേ അവിടെ? ഇപ്പോഴത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി നമ്മൾ എങ്ങനെ എഴുതിയിരുന്നത് 2T0 = kx0 ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഇക്വേഷൻ, ഇത് ആദ്യത്തെ ഫ്രീ ബോഡി ഇക്വേഷൻ ആണ്. ഇപ്പോഴത്തെ ഫ്രീ ബോഡി ഇക്വേഷൻ എഴുതുമ്പോൾ 2T = എത്രയായിട്ട് വരും? 2T = ഓൾറെഡി ഒരു kx0 അവിടെ ഉണ്ടായിരുന്നു. ഈ kx0ൻ്റെ കൂടെ ആരും കൂടെ വരും? x/2 സെൻറ്റിമീറ്റർ ആണ് ഈ സ്പ്രിങ്ങിന് എക്സ്റ്റൻഷൻ വന്നിട്ടുള്ളത്. സോ അതിനെന്തായിട്ട് എഴുതാം? kx/2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് T = ഇപ്പോഴത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ kx0/2 പ്ലസ് kx/4 എന്ന് പറഞ്ഞു കിട്ടും. ഇതിൽ kx0ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ ഈ രണ്ട് ഇക്വേഷൻസിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ kx0 = 2T0, T0 = mg ആണ്. സോ നമുക്ക് ഈ രണ്ടുപേരെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു ഇക്വേഷൻ കിട്ടും അവിടെ. അതായത് kx0 = 2T0 അല്ലേ? 2T0 എന്ന് പറഞ്ഞാൽ അത് 2mg അല്ലേ? അപ്പോൾ ഞാനിവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? ഒരു മിനിറ്റ്. T = kx0ന് പകരം നമ്മൾ 2mg എന്ന് കൊടുക്കുന്നു, /2 പ്ലസ് kx/4 എന്ന് വരും. അപ്പോൾ ഇവിടെ ടെൻഷൻ്റെ ഇക്വേഷൻ ആയില്ലേ? ഇത് രണ്ടും അങ്ങ് വെട്ടിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് ടെൻഷൻ്റെ ഫൈനൽ വാല്യൂ കിട്ടിയല്ലോ. ടെൻഷൻ്റെ ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ mg + kx/4 ആണ് ടെൻഷൻ്റെ ഫൈനൽ വാല്യൂ വരുന്നത്. mg പ്ലസ് ഈ 2 വെട്ടിപ്പോയി. സോ ടെൻഷൻ = mg + kx/4. ആ ഇക്വേഷനെ, ഈ ടെൻഷൻ്റെ വാല്യൂനെ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഇതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഞാനിത് നിങ്ങളിത് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനിതൊന്ന് പേജ് ഒന്ന് മറിച്ചോട്ടെ. ഇനി ഇവിടെ എഴുതാൻ സ്ഥലമല്ലേ, ഒരു കുറച്ചും കൂടെ കാൽക്കുലേഷൻസ് ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ടെൻഷൻ = mg + kx/4 എന്ന് വരും. സംഭവം പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻസ് ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ഇക്വേഷൻ, അതായത് MA = mg - T ആണ്. അതേപോലെ തന്നെ ടെൻഷൻ്റെ ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്തല്ലോ. ടെൻഷൻ = mg + kx/4 ആണ്. അത് നേരെ അവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? m × ആക്സിലറേഷന് പകരം ഞാൻ d²x/dt² എന്ന് എഴുതുകയാണ്. = mg - ഇത് മൈനസ് ആണ്, mg + kx/4 എന്ന് വന്നു. mg വെട്ടിപ്പോയല്ലോ. അതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ m × d²x/dt² പ്ലസ് kx/4 = 0. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി കഴിഞ്ഞാൽ d²x/dt² പ്ലസ് k/4m × x = 0. ഇനി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ തന്നിരിക്കുന്നതാണ് ആര്? ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ വന്നാൽ ദ കോഎഫിഷ്യൻ്റ് ഓഫ് x വിൽ ബി = ω². സോ നമുക്ക് അവിടെ ω² = k/4m എന്ന് കിട്ടും. സോ ω = √k/4m. അങ്ങനെ തന്നെ കിടന്നോട്ടെ. സോ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 2π × √4m/k, അല്ലെങ്കിൽ ആ 2നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 4π × √m/k എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് ഈസ് ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ. 4π × √m/k. ഒന്ന് നോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്യാം. ഓക്കെ. 4π × √m/k എന്ന് പറയുമ്പോൾ എത്രാമത്തെ ഓപ്ഷനാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എഴുതിയില്ലേ? ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. യെസ്, 4π × √m/k. നമ്മുടെ ആൻസർ വരുന്നത് ഏതാ? എത്രാമത്തെയാണ്? T = യെസ്, രണ്ടാമത്തെ ഓപ്ഷനാണ് ആൻസർ കിട്ടുക. സെക്കൻഡ് ഓപ്ഷൻ 4π × √m/k. യെസ്, നാലാമത്തെ അല്ലേ നമുക്ക് പറയേണ്ടത് ഇനി? യെസ്, എന്താണ് പറയുന്നത്? ബുള്ളറ്റ് ഓഫ് മാസ് m ആൻഡ് ചാർജ് q is fired towards a solid uniformly charged sphere of radius r and total charge q. It strikes the surface of the sphere with a speed v, the minimum speed v, so that it can penetrate through the sphere എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോളിഡ് സ്പിയർ ആണ്, സോളിഡ് യൂണിഫോംലി ചാർജ്ഡ് സ്പിയർ ഓഫ് റേഡിയസ് ആർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ നമ്മളുടെ സോളിഡ് സ്പിയർ ആണെന്ന് വിചാരിച്ചോ, അതിൻ്റെ റേഡിയസ് ആറാണ്. ഇതിലേക്ക് നമ്മളൊരു ബുള്ളറ്റിനെ, ഇതിൻ്റെ ചാർജും ക്യൂ ആണ്, ആ ബുള്ളറ്റിൻ്റെ ചാർജും സെയിം ആണ്. എ ബുള്ളറ്റ് ക്യാരിയിങ് ദ സെയിം ചാർജ് ഇസ് ഫയർഡ്.
with a speed v. The minimum speed, it strikes the surface of the sphere with a speed v. ഇത് ചെന്നടിക്കുന്നത്, ഈ ബുള്ളറ്റ് ഇതിൽ ചെന്നടിക്കുന്നത് v സ്പീഡിലാണ്. ബുള്ളറ്റിൻ്റെ ചാർജും നമുക്ക് q ആയിട്ട് വിചാരിക്കാം. അത് തന്നിട്ടുണ്ട്. ദ മിനിമം സ്പീഡ് v so that it can penetrate through the sphere. അപ്പോൾ ഈ പെനിട്രേറ്റ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഒരു കാര്യം എടുത്ത് പറയണം. സോളിഡ് സ്പിയർ ആണ്. അപ്പോൾ നമ്മൾ സോളിഡ് നോൺ കണ്ടക്ടിങ് സ്പിയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സ്പിയറിൻ്റെ ഈ സ്പിയറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സർഫസിലെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് അറിയാം, അത് 1/4πε0 × q/r ആണ്. സെൻറ്ററിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3/2 ടൈംസ് കൂടുതലാണ്. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് സ്പിയറിൻ്റെ പൊട്ടൻഷ്യൽ അറ്റ് ദ സർഫസ് എന്ന് പറയുന്നത് എത്രയാണ്? q/4πε0 r ആണ്. പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ എന്ന് പറയുന്നത് ഇക്വേഷൻസ് ഒക്കെ ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ജെഇക്കാരെ ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. നീറ്റുകാർക്ക് ഇത് മേ ബി ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കാം, നിങ്ങൾക്കത് ആവശ്യമുള്ളതാണ്. മറ്റേ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ആണെങ്കിൽ അത് 3/2 × q/4πε0 r ആണ്. അതായത് സർഫസ് പൊട്ടൻഷ്യലിൻ്റെ 1.5 മടങ്ങ് കൂടുതലാണ് സെൻറ്റർ പൊട്ടൻഷ്യലായിട്ട് വരുന്നത്. അപ്പോൾ ഇത് വന്ന് തട്ടി ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകണം. സോ നാച്ചുറലി നിങ്ങൾക്കറിയാം രണ്ടുപേരും സെയിം ചാർജാണ്. സോ ദർ വിൽ ബി റിപ്പൽഷൻ. പിന്നെ ഈ സർഫസ് എന്ന് പറയുന്ന ഒരു ലോ പൊട്ടൻഷ്യൽ റീജിയനും സെൻറ്റർ എന്ന് പറയുന്ന ഹൈ പൊട്ടൻഷ്യൽ റീജിയനുമാണ്. സോ ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യൽ റീജിയനിലേക്ക് കൊണ്ടുപോകാൻ മാത്രം എക്സ്റ്റേണൽ വർക്ക് ചെയ്താൽ മതി. അതായത് ഇതിൻ്റെ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് ഈ ചാർജിൻ്റെ ബുള്ളറ്റിൻ്റെ കൈനറ്റിക് എനർജി ഉപയോഗിച്ചുകൊണ്ട് ഈ സർഫസിൽ നിന്ന് സെൻറ്ററിലേക്ക് പോകാൻ മാത്രം എക്സ്റ്റേണൽ വർക്ക് മതി. കാരണം സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഹൈ പൊട്ടൻഷ്യൽ റീജിയനാണ്. പിന്നെ ലോ പൊട്ടൻഷ്യലിലേക്ക് പോകാൻ എക്സ്റ്റേണൽ വർക്ക് ചെയ്യേണ്ട കാര്യമില്ലാതെ അവിടെ ഫീൽഡ് തന്നെ വർക്ക് ചെയ്തോളും, അല്ലെങ്കിൽ അതിൻ്റെ ആ സ്പിയറിൻ്റെ പൊട്ടൻഷ്യൽ തന്നെ അവിടെ വർക്ക് ചെയ്തോളും. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മിനിമം സ്പീഡാണ്. സോ ഇവിടെ ആക്ച്വലി വർക്ക് ഡൺ ബൈ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ആരായിട്ട് മാറുന്നത്? കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. സോ നമുക്ക് എന്താ എഴുതാം? W = VQ ആണ്. ആ VQ ആണ് ആരായിട്ട് മാറുന്നത്? 12mv² ആയിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 12 × മാസ് m ആയിട്ട് എടുക്കുകയാണ് × v², ദ മിനിമം വെലോസിറ്റി, ഈക്വൽ ടു ഈ v എന്ന് പറയുന്നത് എന്താണ്? ഈ സർഫസും സെൻറ്ററും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് എത്തിച്ചാൽ മതി നിങ്ങൾ. അതിനുശേഷം ബാക്കി ഇത് പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള മൂവ്മെൻറ്റിന് നമ്മൾ എക്സ്റ്റേണൽ വർക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതെന്തായിട്ട് വരും? VQ × W = VQ അല്ലേ? v എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് പൊട്ടൻഷ്യൽ ഓഫ് ദ സെൻറ്റർ minus potential of the surface. So 12mv² is equal to q into potential at the center minus potential at the surface. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞ് 3/2 കോമൺ ഇതല്ല, q/4πε0 r പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത് ΔV = എന്തായാലും q/4πε0 r കോമൺ ആണ്. 3/2 - 1 അതായത് 1/2 ആണ്. സോ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പകരം അവിടെ q/8πε0 r എന്ന് കൊടുക്കാം. q ഇൻറ്റു എത്ര വരണം? q ഇൻറ്റു q/4π അല്ലല്ലോ, തെറ്റിയില്ലേ? q / 8πε0 r എന്ന് വരും. ഇത് ഈ 4 × 2 ആണ് ഞാൻ 8 എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ വെട്ടിക്കളയാൻ മാത്രം ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ വെട്ടിക്കളയാം. ഒരെണ്ണം ഉണ്ടല്ലോ, ഒരു 4 വരില്ലേ? ഇവിടെ ഒരു 4 വരും. അപ്പോൾ നമുക്ക് v² = q² divided by v² = q² divided by 4πε0 mr എന്ന് വരും. സോ ദാറ്റ് ഈസ് അവർ ആൻസർ. v = √of this, q by √v = q divided by √of 4πε0 mr എന്ന് വരും. ഏതാ ഓപ്ഷൻ വരുന്നത്? q/4πε0 mr, മൂന്നാമത്തെ അല്ലേ? ദാറ്റ് ഈസ് ആൻസർ. എഴുതിക്കോളൂ. ഇത് പറയുമ്പോൾ അപ്പം തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ നമുക്ക് പേജ് മറക്കേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ എഴുതി കഴിയുന്നതിന് നിങ്ങളിത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എഴുതുമ്പോഴേക്കും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചിലപ്പോൾ നമ്മൾ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5. ഇത് നമ്മൾ ഇത്ര നേരം ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം ഒക്കെ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കിത് പ്രൊജക്ടൈൽ മോഷൻ ചെയ്യുന്ന, അതായത് 2 ഡയമെൻഷണൽ മോഷൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ പ്ലെയർ കിക്സ് എ ഫുട്ബോൾ അറ്റ് ആൻ ആംഗിൾ ഓഫ്, ഇത് 450 അല്ല മക്കളെ, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, 45 ഡിഗ്രി വിത്ത് ആൻ ഇനീഷ്യൽ സ്പീഡ് ഓഫ് 20 m/s. എ സെക്കൻഡ് പ്ലെയർ, ഇത് 600 എന്നല്ലേ 60 മീറ്റർ എന്നാണ്, അതൊന്ന് മാറ്റിയാൽ മതി നിങ്ങൾ. എ പ്ലെയർ കിക്സ് എ ഫുട്ബോൾ അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി. 45 ഡിഗ്രിയിൽ മറ്റേ കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്സിമം ഡിസ്റ്റൻസ് പോകും. കാരണം മാക്സിമം ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ വരുന്നത്, മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ വരുന്നത് 45 ഡിഗ്രി അല്ലേ? അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് ആൻ ഇനീഷ്യൽ സ്പീഡ് ഓഫ് u തന്നിട്ടുണ്ട്.
തീറ്റ തന്നിട്ടുണ്ട്. A second player 60 meter away from the point of projection and in the direction of the kick starts running to receive the ball at the same instant. The speed of the second player in order to catch the ball before it touches the ground. അപ്പോൾ ഞാനിതായി ഇവിടുന്ന്, ഇതിപ്പോൾ നമ്മുടെ XY പ്ലെയിനായിട്ട് വിചാരിക്കാം, ഞാൻ ദേ ഇവിടുന്ന് അങ്ങ് ത്രോ ചെയ്ത് വിടുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ റേഞ്ച് ആയിട്ട് വരുന്നത്. ഇത് വന്ന് വീഴുന്ന സ്ഥലത്തുനിന്ന് 60 മീറ്റർ അല്ലേ, സെക്കൻഡ് പ്ലെയർ 60 മീറ്റർ അവേ ഫ്രം ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ, സോറി അപ്പോൾ രണ്ടാമത്തെ പ്ലെയർ നിൽക്കുന്നത് പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ നിന്ന് 60 മീറ്റർ ദൂരത്താണ്. ഇവിടെയാണ് രണ്ടാമത്തെ ആൾ നിൽക്കുന്നത്. ദിസ് ഡിസ്റ്റൻസ് ഇസ് ഗിവൺ ആസ് 60 മീറ്റർ. നമ്മൾ ത്രോ ചെയ്യുന്നത് 45 ഡിഗ്രിയിലാണ്. ഇങ്ങനെയാണ് അവിടുത്തെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 ഡിഗ്രി ആയിട്ട് വരുന്നത്. ഇനീഷ്യൽ സ്പീഡ് യു തന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ പിന്നെ ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആർ ഈക്വൽ ടു ആർ മാക്സിമം അല്ലേ. ആർ മാക്സിമത്തിൻ്റെ വാല്യൂ അറിയാമല്ലോ, ദാറ്റ് ഈസ് യു സ്ക്വയർ ബൈ ജി ആണ്. യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ്. തീറ്റ ഇസ് 45 ഡിഗ്രി, സോ സൈൻ 90 എന്ന് വരും, 1 ആണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ, റേഞ്ചിൻ്റെ വാല്യൂ യു സ്ക്വയർ ബൈ ജി ആണ്. യു സ്ക്വയർ ബൈ ജി എന്ന് പറയുമ്പോൾ മക്കളെ 20 സ്ക്വയർ ഡിവൈഡഡ് ബൈ 10 അല്ലേ വരുന്നത്, 20 സ്ക്വയർ ഡിവൈഡഡ് ബൈ 10. അപ്പോൾ 40 മീറ്റർ ആണ് അതിൻ്റെ റേഞ്ച്. സോ ദിസ് ഡിസ്റ്റൻസ് ഇസ് 40 മീറ്റർ. ഇവിടം വരെ 40 മീറ്റർ ആണ്. അപ്പോൾ ഈ ബോൾ ചെന്ന് വീഴുന്ന സ്ഥലത്തുനിന്ന് 20 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ സെക്കൻഡ് പേഴ്സൺ നിൽക്കുന്നത്, 20 മീറ്റർ ഡിസ്റ്റൻസിൽ. അപ്പോൾ അയാൾക്ക് ഈ ബോൾ നിലത്ത് ടച്ച് ചെയ്യുന്ന അതേ മൊമെൻറ്റിൽ അതിനെ ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20 മീറ്റർ ഹി ഹാസ് ടു ട്രാവൽ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ ട്രാവൽ ചെയ്യേണ്ട വെലോസിറ്റി എന്ന് പറയുന്നത്, വെലോസിറ്റി മസ്റ്റ് ബി ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോളിന് ഇവിടുന്ന് അതായത് പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വരുന്ന അത്രയും സമയം കൊണ്ട് ഇയാൾക്ക് ഇങ്ങോട്ട് വരണം. അതായത് ഈ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് എ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ദ ബോളാണ്. അപ്പോൾ ബോൾ ഇവിടുന്ന് ഇങ്ങോട്ട് അടിച്ച് ബോൾ ഇങ്ങനെ ആകാശത്തൂടെ വന്ന് ഇവിടെ എത്തുന്നതിൻ്റെ ഉള്ളിൽ ഇയാൾ 20 മീറ്റർ ട്രാവൽ ചെയ്ത് വന്നാൽ മതി. അപ്പോൾ അയാൾക്ക് ട്രാവൽ ചെയ്യാൻ അല്ലെങ്കിൽ അയാൾക്ക് ഓടി വരാൻ എത്ര സമയമുണ്ട്, ആ ബോളിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണോ അത്രയും സമയം അയാൾക്കുണ്ട്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി ആണ്. അതെത്ര വരും, 2 × 20 × സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 45 ആൻഡ് ഇറ്റ് ഈസ് 1/√2 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ അത് എത്രയാണ് വരുന്നത്, വെട്ടിപ്പോയി 10, 2 10 വെട്ടിപ്പോയി കഴിഞ്ഞാൽ എത്ര, 2√2 ആണോ മക്കളെ വരുന്നത്, വെട്ടിപ്പോയി കഴിഞ്ഞാൽ 2 വരും. അപ്പോൾ 4/√2 അല്ലേ വരുന്നത്, 4/√2 4 ഡിവൈഡഡ് ബൈ √2 അല്ലെങ്കിൽ 2√2 സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. ആ 2√2 സെക്കൻഡ്. അപ്പോൾ ഇതിനെ ഇവിടെ d/t എന്ന് എഴുതാം. ഡിസ്റ്റൻസ് ദാറ്റ് ഹി ഹാസ് ടു ട്രാവൽ ഈസ് ഓൾറെഡി വി ഹാവ് കാൽക്കുലേറ്റഡ് 20 മീറ്റർ d/t. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 2√2. അപ്പോൾ അത് എത്ര വന്നു, 10/√2 സെക്കൻഡ്. 10/√2 ഓപ്ഷൻ ഇല്ലല്ലോ, 10/√2 ഇല്ലല്ലോ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് അതിനൊന്ന് മാറ്റിയാൽ പോരെ, ജസ്റ്റ് √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഇവിടെ ഒരു √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇവിടെ 2 ആയി 10 5√2. സോ ഇറ്റ് ഈസ് ഹിസ് വെലോസിറ്റി മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 5/√2 മീറ്റർ പെർ സെക്കൻഡ്. ആൻസർ ഉണ്ടല്ലോ, ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ഫസ്റ്റ് ഇയറിൽ തന്നെ, ഒരു മിനിറ്റ്, ഓക്കെ, ഫസ്റ്റ് ഇയറിൽ തന്നെ തെർമൽ പ്രോപ്പർട്ടീസിൽ നിന്നാണ് എന്താ പറയുന്നത്, സിലിണ്ടർ ഓഫ് റേഡിയസ് ആർ ഈസ് മെയ്ഡ് ഓഫ് എ മെറ്റീരിയൽ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി K1 ഈസ് സറൗണ്ടഡ് ബൈ എ സിലിണ്ടറിക്കൽ ഷെൽ ഓഫ് ഇന്നർ റേഡിയസ് ആർ ആൻഡ് ഔട്ടർ റേഡിയസ് 2r. ഇത് ക്യാപിറ്റൽ ആർ എന്ന് എഴുതണേ, ആൻഡ് ഔട്ടർ റേഡിയസ് 2r ആൻഡ് മെയ്ഡ് ഓഫ് എ മെറ്റീരിയൽ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി K2. അപ്പോൾ 2 കോൺസെൻട്രിക് ആയിട്ടുള്ള 2 സിലിണ്ടറുകൾ. അപ്പോൾ അതിങ്ങനെ വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കാം നമുക്ക്. ഇത് ഇന്നർ സിലിണ്ടറാണ്, ഇത് ഇന്നർ സിലിണ്ടർ ഓഫ് റേഡിയസ് ആർ. യെസ്, ഇതിൻ്റെ റേഡിയസ് ആണ് ആറായിട്ട് പറയുന്നത്. ഇതിനെ സറൗണ്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഔട്ടർ സിലിണ്ടർ ഇതുപോലെ സോളിഡ് അല്ല. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ സിലിണ്ടറിക്കൽ ഷെൽ ഓഫ് ഇന്നർ റേഡിയസ് ആർ ആൻഡ് ഔട്ടർ റേഡിയസ് 2r. ഇന്നർ റേഡിയസ് ആറും ഔട്ടർ റേഡിയസ് 2r. അപ്പം ഇങ്ങനെ എഴുതിയാൽ പോരെ. ഇതാണ് അതിനെ കവർ ചെയ്ത് നിൽക്കുന്ന രണ്ടാമത്തെ സിലിണ്ടർ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് 6 ആണ്, ഈ റേഡിയസ് ഇത് റേഡിയസ് 6ഉം ഇതിൻ്റെ റേഡിയസ് 2r ആണെന്ന് തന്നിട്ടുണ്ട്.
ഇത് രണ്ടുപേരെ നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലാണ് T1 T2 എന്ന് പറഞ്ഞ രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സോ ഇഫ് ഐ കൺസിഡർ T1 ഗ്രേറ്റർ ദാൻ T2 ദ ഹീറ്റ് ഫ്ലോ വിൽ ബി അലോങ് ദിസ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ഈ രണ്ടുപേരും നമുക്ക് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ആദ്യത്തെ ആളാണ്, ഇത് രണ്ടാമത്തെ ആളാണ്. ഇത് റേഡിയസ് 6ഉം ഇത് റേഡിയസ് 2r ആണ്. അപ്പോൾ ആദ്യത്തതിൻ്റെ ഏരിയ A1 എന്ന് പറയുന്നത് A ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ πr² അല്ലേ, ഇതിൻ്റെ ഏരിയ πr², ഇതിൻ്റെ ഏരിയ 4πr² വരും. 2r അല്ലേ റേഡിയസ്. അപ്പോൾ A2ൻ്റെ വാല്യൂ എത്ര വരും? 4 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, തെർമൽ കണ്ടക്ടിവിറ്റി ഇത് K1 ആണ്, ഇത് K2 ആണ്. ഇത്തരം കാര്യങ്ങളും ഓക്കെ. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. നിങ്ങളിത് എഴുതിയെടുത്തോളൂ കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് സ്പേസ് ഇല്ലെങ്കിൽ ഞാനത് മാച്ച് കളയുവേ. The two ends of the combined system are maintained at two different temperatures. There is no loss of heat across the cylindrical surface and the system is in steady state. അപ്പോൾ എന്തായാലും അവിടെ ഒരു സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് ഉണ്ടാവും. The effective thermal conductivity of the system. അപ്പോൾ K1 K2. അപ്പോൾ ഇത് എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഇവർ ആദ്യം തന്നെ സീരീസിലാണോ പാരലാണോ നമ്മൾ അറിയണം, എന്നാലേ എഫക്റ്റീവ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടേക്ക് നിങ്ങളൊരു ഇതിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഹീറ്റ് എനർജി കൊടുത്തു എന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഹീറ്റ് എനർജി കൊടുക്കുന്നു. ആ ഹീറ്റ് എനർജി കുറച്ച് ഹീറ്റ് എനർജി ഇതിൽ കൂടെ പോവുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ഹീറ്റ് കറണ്ട് ഇതിലൂടെയും കുറച്ച് ഹീറ്റ് കറണ്ട് ഇതിലൂടെയാണ് പോവുക. അപ്പോൾ നാച്ചുറലി അവിടെ എന്തായിട്ടുണ്ട് മക്കളെ? കറണ്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഓർമ്മിക്കേണ്ട കാര്യം എന്താണ്? കറണ്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് പാരലൽ കണക്ഷനാണ്. അപ്പോൾ കറണ്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ടെങ്കിൽ പാരലൽ കണക്ഷൻ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയായിട്ട് എഴുതാം? ടോട്ടൽ ഹീറ്റ് ഇസ് ഈക്വൽ ടു ഹീറ്റ് കണ്ടക്റ്റഡ് ത്രൂ ദ ഫസ്റ്റ് വൺ പ്ലസ് ഹീറ്റ് കണ്ടക്റ്റഡ് ത്രൂ ദ സെക്കൻഡ് വൺ. Q1 പ്ലസ് Q2 ആണ്. പാരലൽ അല്ലേ, കറണ്ട് സ്പ്ലിറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ Q1 പ്ലസ് Q2 എന്ന് എഴുതുന്നതിനേക്കാൾ നല്ലത് H1 പ്ലസ് H2 എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത് എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെയല്ലേ എഴുതാറുള്ളത്? ദ ഹീറ്റ് കറണ്ട് ഇസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ T ആണ്. അപ്പോൾ Q ഈക്വൽ ടു ഹീറ്റ് കറണ്ട് ഇൻറ്റു T എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. അപ്പോൾ ഞാനവിടെ എന്തെഴുതി? ടൈം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെ ഇല്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ദ എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ സിസ്റ്റം K ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? Qന് പകരം Q ഈക്വൽ ടു K ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ക്രോസ് സെക്ഷനിൽ കമ്പൈൻഡ് ആയിട്ടുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ വരുന്നത് എത്രയാണ്? 4A ആണ്. K ഇൻറ്റു 4A ഇൻറ്റു ഡെൽറ്റ T എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാവർക്കും രണ്ടുപേർക്കും T2 മൈനസ് T1 തന്നെയാണ് ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഡെൽറ്റ T ഡിവൈഡഡ് ബൈ ലെങ്ത്ത്, രണ്ടുപേരും സെയിം ലെങ്ത്ത് ഉള്ള ആൾക്കാരാണ്. L ഈസ് ഈക്വൽ ടു Q1 എന്ന് പറഞ്ഞാൽ ആദ്യത്തിലൂടെ പാസ് ചെയ്ത് പോയ ഹീറ്റ് എനർജി. എന്തൊരു T എഴുതാൻ മറന്നുപോയില്ലേ ഞാൻ? Tയുടെ വാല്യൂ എഴുതാൻ മറന്നുപോയില്ലേ? ഇൻറ്റു T അല്ലേ, കാരണം Q ഈക്വൽ ടു H ഇൻറ്റു T ആണ്. ഇത് H ആണ്, ഇൻറ്റു T ഈസ് ഈക്വൽ ടു ആദ്യത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് പോയ ഹീറ്റ് എത്രയാണ് മക്കളെ? ആദ്യത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ K1. ആദ്യത്തിൻ്റെ ഏരിയ എത്രയാണ്? A ഡെൽറ്റ T ഡിവൈഡഡ് ബൈ L പ്ലസ് K2. ഇതിലാണ് പലർക്കും തെറ്റിപ്പോവുക. രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ ഇത്രയും സ്പേസ് എന്താണ്? വേക്കൻ്റ് ആണ്. ഇത് ആദ്യത്തെ സിലിണ്ടറാണ്. ഇതാണ് നമ്മളുടെ ഇന്നർ സിലിണ്ടർ. ഇന്നർ സിലിണ്ടറിൻ്റെ ഏരിയ ആണ് A. അപ്പോൾ ഔട്ടർ സിലിണ്ടറിൻ്റെ, അതായത് അതിന് ഉള്ളിലുള്ള സിലിണ്ടറിനെ കവർ ചെയ്ത് നിൽക്കുന്ന രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ എഫക്റ്റീവ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്ര സ്ഥലത്ത് മാത്രമേ സെക്കൻഡ് സിലിണ്ടർ ഉള്ളൂ. അതായത് ഈ ഏരിയ, ഇത് മൊത്തം ഏരിയ 4A ആണ്. ഈ ഏരിയ A ആണെങ്കിൽ ഈ ഔട്ടർ സിലിണ്ടറിൻ്റെ മാത്രം ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഡെൽറ്റ A എന്ന് പറയുന്നത് 4A മൈനസ് A 3A ആയിരിക്കും രണ്ടാമത്തെ ആളുടെ ഏരിയ വരേണ്ടത്. രണ്ടാമത്തെ ആളുടെ ഏരിയ വരേണ്ടത് 3A. രണ്ടാമത്തെ ആളുടെ ഏരിയ എന്ന് പറയുമ്പോൾ 3A എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. ഇത് തെറ്റിക്കരുത്, കാരണം ഇതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ നിങ്ങൾ 4A എന്ന് എഴുതി കഴിഞ്ഞാൽ കാര്യം പോയി. കാരണം 4A ഇതിൻ്റെ ഔട്ടർ സിലിണ്ടറിൻ്റെ ടോട്ടൽ ഏരിയ 4A ഇല്ല. കാരണം ഔട്ടർ സിലിണ്ടറിന് ആകെ ഇത്രയും സ്പേസിൽ മാത്രമേ ഔട്ടർ സിലിണ്ടർ ഉള്ളൂ. ഈ A എന്ന് പറയുന്ന ഏരിയ ഓക്യുപ്പൈ ചെയ്യുന്നത് ഫസ്റ്റ് സിലിണ്ടറാണ്. ഇതിൻ്റെ ഔട്ടർ സിലിണ്ടറിൻ്റെ നടുഭാഗം എന്താണ്? വേക്കൻ്റ് ആയിട്ടല്ലേ കിടക്കുന്നത്. സോ ഔട്ടർ സിലിണ്ടറിൻ്റെ എഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് 3A ആണ്, ഇൻറ്റു ഡെൽറ്റ T ഡിവൈഡഡ് ബൈ L ആണ്. ക്യാൻസലാക്കി കളയാൻ കുറേ എണ്ണല്ലേ മക്കളെ? A ഡെൽറ്റ T ബൈ L. ഇവിടെയൊക്കെ ഒരു ഡെൽറ്റ T എഴുതാൻ മറന്നുപോയില്ലേ ഞാൻ? T വെട്ടിപ്പോയി. A ഡെൽറ്റ T ബൈ L, A ഡെൽറ്റ T ബൈ L അതും ക്യാൻസലായിപ്പോയി. അപ്പോൾ പിന്നെ അവിടെ ബാക്കി വരുന്നത് എന്താണ്? ഇവിടെ ഒരു 4K വരും, ഈക്വൽ ടു K1 പ്ലസ് 3K2 എന്ന് കിട്ടും. സോ ദ എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ കമ്പൈൻഡ് സിസ്റ്റം ഇസ് K1 പ്ലസ് 3K2 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞ് കിട്ടും. ഓപ്ഷൻ ഉണ്ടല്ലോ, തേർഡ് ഓപ്ഷനാണ് ആൻസർ കിട്ടുക. K1 പ്ലസ് 3K2 ബൈ 4. ഓക്കെ, ഇവിടെ തെറ്റാൻ സാധ്യതയുള്ള എന്നാൽ പലരും തെറ്റിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാണ്. ഈ എഫക്റ്റീവ് ഏരിയ എടുക്കുമ്പോഴാണ് എഫക്റ്റീവ് രണ്ടാമത്തിൻ്റെ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും രണ്ടാമത്തിൻ്റെ ഏരിയ എന്ന് മാത്രമേ ഓർമ്മയുണ്ട്. രണ്ടാമത്തിൻ്റെ ഏരിയ എത്രയാണ്? റേഡിയസ് 2R അല്ലേ. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ 4A എന്ന് പറഞ്ഞുകൊണ്ട് എഴുതും. ആ 4A എന്ന് പറയുന്നത് ഇതിൻ്റെ മൊത്തം ഏരിയ ആണ്.
ഈ കമ്പൈൻഡ് സിലിണ്ടറിൻ്റെ ഏരിയ ആണ് ഈ 4A എന്ന് പറയുന്നത്. പക്ഷേ ഇതിലൂടെ മാത്രം കടന്നു പോകുന്ന ഹീറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഔട്ടർ സിലിണ്ടറിലൂടെ മാത്രം കടന്നു പോകുന്ന ഹീറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഔട്ടർ സിലിണ്ടറിന് എഫക്റ്റീവായിട്ട് എത്ര ഏരിയ ഉണ്ടെന്ന് നോക്കണം. ഔട്ടർ സിലിണ്ടറിന് എഫക്റ്റീവായിട്ട് ഈ ഒരു ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം മാത്രമേ അതിൻ്റെ ഏരിയ ഉള്ളൂ. അത് എത്രയാണ്? 4Aയിൽ നിന്ന് ഈ A കുറച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. ദാറ്റ്സ് ഓൾ. സോ നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ, ഇതും സെയിം ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. ഞാനിങ്ങനെ ചില സെക്ഷനുകളിൽ നിന്ന് ജെഇക്ക് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നുണ്ട്. അതങ്ങനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്തതാണ്. ചാപ്റ്റർ വൈസ് സെലക്ട് ചെയ്തൊന്നുമല്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. എ സ്ലാബ് ഓഫ് സ്റ്റോൺ ഓഫ് ഏരിയ 0.34 മീറ്റർ സ്ക്വയർ, നല്ലൊരു ചോദ്യമാണ്. ആൻഡ് തിക്നെസ് 10 സെൻറ്റിമീറ്റർ ഈസ് എക്സ്പോസ്ഡ് ഓൺ ദ ലോവർ ഫേസ് ടു എന്താണ് എ സ്ലാബ് ഓഫ് സ്റ്റോൺ ഓഫ് ഏരിയ 0.34 മീറ്റർ സ്ക്വയർ ആൻഡ് തിക്നെസ് 10 സെൻറ്റിമീറ്റർ ഈസ് എക്സ്പോസ്ഡ് ഓൺ ദ ലോവർ ഫേസ് ടു സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. സോ ഹൈ ടെമ്പറേച്ചർ 100 ആണ്. എ ബ്ലോക്ക് ഓഫ് ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് റെസ്റ്റ് ഓൺ ദ അപ്പർ ഫേസ് ഓഫ് ദ സ്ലാബ്. ഇൻ 1 hour 3.5 കിലോഗ്രാം ഓഫ് ഐസ് ഈസ് മെൽറ്റഡ്. അതായത് 1 hour എന്ന് പറയുമ്പോൾ അവിടെ ടൈം 3600 സെക്കൻഡ്. അങ്ങനെ ഞാൻ ഇതിൽ ചെയ്യണം. കാരണം നമുക്കിവിടെ തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പെർ സെക്കൻഡിലാണ് പറഞ്ഞിട്ടുള്ളത്. In 1 hour 3.5 kilogram of ice is melted. Assume that the heat loss from the sides is negligible. The latent heat of fusion of ice is given. The thermal conductivity of the stone in units of joule per second per meter per degree Celsius. ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ റൗണ്ട് അവിടെ എഴുതാൻ മറന്നു പോയതായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ തെർമൽ കണ്ടക്ടിവിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പല്ലേ, അതായത് 100 ഡിഗ്രി സെൽഷ്യസിൽ ഒരെൻഡ് ഇരിക്കുന്ന ഒരു കല്ല്, ആ കല്ലിൻ്റെ അപ്പുറത്തായിട്ട് ഐസ് ഇരിക്കുന്നുണ്ട്. സോ കല്ലും ഐസും കോൺടാക്റ്റിലാണെങ്കിൽ ആ കല്ലിൽ നിന്നുള്ള ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ഐസ് മെൽറ്റ് ചെയ്യും. ഐസ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് റിക്വയർഡ് ആയിട്ടുള്ള ഹീറ്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് മാസ് ഇൻറ്റു ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഈ ഐസിന് ആവശ്യമായിട്ടുള്ള ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? ആ കല്ലിലൂടെ കണ്ടക്ട് ചെയ്തു പോയ ഹീറ്റ് എനർജിയാണ് എങ്ങോട്ട് കിട്ടിയിട്ടുള്ളത്? ഐസിലേക്ക് കിട്ടിയിട്ടുള്ളത്. കല്ലും ഐസും തമ്മിൽ കോൺടാക്റ്റിലാണ്. സോ കല്ലിൻ്റെ, അതായത് നമ്മൾ നല്ല ചൂടായിട്ടുള്ള ഒരു കല്ലെടുത്തിട്ട് ഐസ് ബ്ലോക്കിൽ കൊണ്ടുവച്ചു. അപ്പോൾ എത്ര ഐസ് മെൽറ്റ് ആവുമെന്ന് കണ്ടുപിടിക്കുന്ന പോലെ. അപ്പോൾ ഇവിടെ ആ സ്റ്റോണിലൂടെ, അല്ലെങ്കിൽ സ്റ്റോണെന്നോ മെറ്റലിനോ എന്തെങ്കിലും എടുത്തോ, ആ സ്റ്റോണിലൂടെ 1 മണിക്കൂറിൽ എത്ര ഹീറ്റ് കണ്ടക്ട് ചെയ്ത് പോയിട്ടുണ്ടോ ആ ഹീറ്റാണ് ആരായിട്ട് മാറിയിട്ടുള്ളത്? ഐസിൻ്റെ ഹീറ്റ് ഓഫ് ഫ്യൂഷനായിട്ട് മാറിയിട്ടുള്ളത്. സോ ദ ഹീറ്റ് എനർജി കണ്ടക്റ്റഡ് ത്രൂ ദ സ്റ്റോൺ ഇസ് ഈക്വൽ ടു, അത് എത്ര വരും? ഹീറ്റ് കറണ്ട് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. ഹീറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ KA ∆T ഡിവൈഡഡ് ബൈ L ഇൻറ്റു ടൈം എന്ന് പറഞ്ഞ് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ അങ്ങ് ഇക്വേറ്റ് ചെയ്താൽ മതി. സോ എന്ത് വരും? മാസ് ഇൻറ്റു ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇസ് ഈക്വൽ ടു KA ∆T ഡിവൈഡഡ് ബൈ L ഇൻറ്റു T. വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. മാസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? മാസ് ഓഫ് ഐസ് മെൽറ്റഡ് ഈസ് 3.6 കിലോഗ്രാം. അപ്പോൾ അത് 3.6 ഇൻറ്റു ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എഴുതിക്കോളൂ. നമ്മൾ സാധാരണ ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എങ്ങനെയാണ് 80 കലോറി പെർ ഗ്രാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതാറുള്ളത്. ഇവിടെ ഇപ്പോൾ എല്ലാം ജൂൾ പെർ മീറ്റർ പെർ കെൽവിനിലൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നിട്ടുള്ള അതേ വാല്യൂ ചെയ്തു. അല്ലെങ്കിൽ 80ൽ നിങ്ങൾ ചെയ്യും, എന്നിട്ട് കലോറിയിൽ ആൻസർ കിട്ടും, അതിന് ജൂളിലേക്ക് മാറ്റണം. ചിലരത് മറന്നു പോകും. അതിനാവശ്യമില്ലാത്ത പണിക്കൊന്നും പോകണ്ട. അപ്പോൾ എന്തായിട്ട് വരും? 34 ഇൻറ്റു 10 to the power of 4 is equal to latent heat of fusion equal to K അറിയില്ല. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ടല്ലോ 0.34 ആണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി അതിനെ 34 ഇൻറ്റു 10 to the power of -2 എന്ന് എഴുതി. ഇൻറ്റു KA ∆T എത്രയാണ്? 100 അല്ലേ? 100 - 0, സോ ഇറ്റ് ഈസ് 100. അപ്പോൾ അത് തീരുമാനമായല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. KA ∆T ഡിവൈഡഡ് ബൈ L തന്നിട്ടുണ്ടോ? ലെങ്ത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 10 സെൻറ്റിമീറ്റർ ആണ്. 10 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁻1 മീറ്റർ ഇൻറ്റു ടൈം പറയുന്നത് 3600 സെക്കൻഡാണ്. അപ്പോൾ 36 ഇൻറ്റു 10⁻2 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. വെട്ടിക്കളയാവുന്നൊക്കെ ചറവറ വെട്ടിക്കളഞ്ഞാൽ ഇത് ആദ്യം തന്നെ ഇത് പോയി. ഇവർ രണ്ടുപേരും വെട്ടിപ്പോയി. പിന്നെ അവിടെ വെട്ടിപ്പോവാവുന്നവരാരൊക്കെയാണ്? 34 ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു 34 ഉണ്ട്. അപ്പോൾ അത് രണ്ടുപേരും പോയി. പിന്നെ ഇവിടെയുള്ളത് ആരാണ്? ഇവിടെ ഒരു 3.6 ഉണ്ട്, ഇവിടെ ഒരു 36 ഉണ്ട്. അപ്പോൾ അത് 10 ആയില്ലേ? ഈ 10 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രയായി? 10⁻2 ആയി. സോ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു 10 to the power of 4 ഉണ്ട്, ഈക്വൽ ടു K ഇൻറ്റു ഇത് 10⁻2. ഇത് മുകളിലേക്ക് പോയാൽ 10⁻2 ആയി, 10⁻2 10⁻4. സോ സിമ്പിൾ ആൻസർ K ഈക്വൽ ടു 1 ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വാട്ടാണ്. വാട്ട് പെർ മീറ്റർ പെർ ഡിഗ്രി സെൽഷ്യസ്. ആൻസർ ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ ഇറ്റ് സെൽഫ്. ഓക്കെ, തെറ്റിക്കാതെ ചെയ്യാം.
പൊട്ടൻഷ്യോമീറ്റർ ആണ്. A resistance of 4 ohm and a wire of length 5 meter and resistance 5 ohm are joined in series. 4 ohm wire of resistance 5 ohm and joined in series and connected to a cell of 10 volt EMF and 1 ohm internal resistance. A parallel combination of identical cells is balanced across 300 centimeter of the wire. So what is the EMF of each cell? The EMF of each cell എന്ന് ചോദിക്കാൻ കാരണം രണ്ടുപേരും പാരലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എഫക്റ്റീവ് ഇ എം എഫ് ഇതിൻ്റെ രണ്ടുപേരും സെയിം ഇ എം എഫ് ഉള്ള ആൾക്കാരായതുകൊണ്ട് എഫക്റ്റീവ് ഇ എം എഫ് എന്ന് പറയുന്നത് ഈ തന്നെയായിരിക്കും. ഇപ്പോൾ സീരീസ് ആണെങ്കിൽ നമ്മളവിടെ E1 + E2 എന്ന് എടുക്കണം. പാരലൽ ആണെങ്കിൽ ഐഡൻറ്റിക്കൽ ഇ എം എഫ് ഉള്ള ആൾക്കാർ, ഇതിപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് ഇ എം എഫ് 2E വരും. E1 + E2 അല്ലേ. പാരലാണെങ്കിൽ പിന്നെ ആ പ്രശ്നമില്ല, കാരണം പാരലാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ രണ്ടുപേരും സെയിം ഇ എം എഫ് ആണെങ്കിൽ അത് തന്നെയായിരിക്കും സർക്യൂട്ടിൽ എഫക്റ്റീവ് ഇ എം എഫ് വരുന്നത്. പിന്നെ എന്താ പറയുന്നത്, എഫക്റ്റീവ് ഇ എം എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മക്കളെ ഇത് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ഒക്കെ വെച്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. ഞാനതൊരു എളുപ്പവഴി പറഞ്ഞുതരാം, വലിയ പാടൊന്നുമില്ല. 10 വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ 10 വോൾട്ട് ഇവിടെ കുറച്ച് ഡ്രോപ്പ് ഉണ്ടാവും. 1 ohm ഇൻറ്റേർണൽ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് കുറച്ച് ഡ്രോപ്പ് ഉണ്ടാവും. ഈ 4 ohmന് അക്രോസ് ആയിട്ടൊരു ഡ്രോപ്പ് ഉണ്ടാവും. ഈ 5 ohm റെസിസ്റ്റൻസ് ഉള്ള അല്ലെങ്കിൽ 5 മീറ്റർ ലെങ്ത് ഉള്ള ഈ വയറിന് അക്രോസ് ആയിട്ടൊരു ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ 10 വോൾട്ട് 3 ആൾക്കാർക്കായിട്ടാണ് പോകുന്നത്. 4 ohm, 5 ohm, 1 ohm. അതെങ്ങനെ ഡിവൈഡ് ചെയ്യും? റെസിസ്റ്റൻസിൻ്റെ അതേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ 10 വോൾട്ട് എന്ന് പറയുന്നത് എന്ത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുക? 4:2. കാരണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സീരീസ് കണക്ഷൻ ആണെങ്കിൽ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, സീരീസ് കണക്ഷൻ ആണെങ്കിൽ വോൾട്ടേജ് വിൽ ബി ഡിവൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ്. കാരണം എല്ലാത്തിലൂടെ ഒരേ കറണ്ടാണ് പോകുന്നത്. അപ്പോൾ V1:V2:V3 എന്ന് പറഞ്ഞാൽ എത്ര വരും? R1:R2:R3. അതായത് ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന 10 വോൾട്ട് 4:1:5 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് പോകും. 10 വോൾട്ട് 4:1:5 എന്ന് പറഞ്ഞ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താൽ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. ഇതിന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ട് വരും? 4 വോൾട്ട് ഇവിടെ കിട്ടും. ഇതിന് അക്രോസ് ആയിട്ട് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് 1 വോൾട്ട് ഡ്രോപ്പ് വരും. ബാക്കി വരുന്ന 5 വോൾട്ടാണ് ആർക്ക് കിട്ടുന്നത്? നമ്മുടെ വയറിന് കിട്ടുന്നത്. ഈ വയറിന് കിട്ടുന്നത് 5 വോൾട്ടാണ്. ഇപ്പോൾ കാര്യം സിമ്പിളായില്ലേ? 4 1 5. ഇവിടെ വരുന്നത്, ഇവിടെ ഇതിന് അക്രോസ് ആയിട്ട് വരുന്ന 1 വോൾട്ട്. 4 1 5 5 5 10. അപ്പോൾ നമുക്കിവിടെ 10 വോൾട്ട് അപ്ലൈ ചെയ്താലും നമ്മളുടെ നമ്മളെടുത്തിരിക്കുന്ന പൊട്ടൻഷ്യോമീറ്റർ വയറിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? 5 വോൾട്ടേ അതിന് കിട്ടുന്നുള്ളൂ. ബാക്കി 4 ഇവിടെ എടുത്തു. ഇത് ഈ പറയുന്ന സെല്ല് തന്നെ 1 വോൾട്ട് എടുത്തിട്ടുണ്ട് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട്. നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. 5 മീറ്റർ ലെങ്ത് ഉള്ള വയറാണ്. 5 മീറ്ററിന് 5 വോൾട്ടാണ് കിട്ടുന്നത്. 5 മീറ്ററിന് 5 വോൾട്ട് ആണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 5 മീറ്ററിന് 5 വോൾട്ട് ആണെങ്കിൽ 1 വോൾട്ട് പെർ മീറ്റർ അല്ലേ അവിടുത്തെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് വരുന്നത്? 1 വോൾട്ട് പെർ മീറ്റർ. അല്ലാതെ മറ്റ് വേറെ യാതൊരു കോംപ്ലിക്കേഷൻസ് ഇവിടെ വരുന്നില്ല. 5 മീറ്ററിന് 5 വോൾട്ട് കിട്ടും. അപ്പോൾ 1 മീറ്ററിന് 1 വോൾട്ട് കിട്ടും. ഇവിടെ ബാലൻസിങ് ലെങ്ത് എത്രയാണ് കാണിക്കുന്നത്? 3 മീറ്ററാണ് ബാലൻസിങ് ലെങ്ത് കാണിക്കുന്നത്. ബാലൻസിങ് ലെങ്ത് എപ്പോഴാണ് കാണിക്കുക? ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ വരുമ്പോൾ. അതിൻ്റെ അർത്ഥം എന്താ? മേലത്തെ ബ്രാഞ്ചിലും താഴത്തെ ബ്രാഞ്ചിലും സെയിം പൊട്ടൻഷ്യൽ ആകുമ്പോഴാണ് ആസ് പെർ വീസ്റ്റൺസ് ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ 3 മീറ്ററാണ് ബാലൻസിങ് ലെങ്ത് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ 3 മീറ്റർ വയറിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലും ഈ സെല്ലുകളുടെ ഇ എം എഫും സെയിം ആണ്. 3 മീറ്റർ വയറിന് എത്ര പൊട്ടൻഷ്യൽ കിട്ടും? 1 മീറ്ററിന് 1 വോൾട്ടാണ് കിട്ടുന്നത്. സോ 3 മീറ്റർ വയറിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 3 വോൾട്ട് ആണ്. ആൻഡ് ദാറ്റ് 3 വോൾട്ട് ഈസ് ഇറ്റ് സെൽഫ് ദ ഇ എം എഫ് ഓഫ് ഈച്ച് ബാറ്ററി. ഇതിൻ്റെ ഇ എം എഫും 3 വോൾട്ട് ആണ്, ഇതിൻ്റെ ഇ എം എഫും 3 വോൾട്ട് ആണ്. സോ നമ്മളുടെ ആൻസർ വരുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ. ഇത്ര ചെയ്യേണ്ട കാര്യമുള്ളൂ ഇവിടെ. 5 മീറ്ററിന് 5 വോൾട്ട്, 1 മീറ്ററിന് 1 വോൾട്ട്. ബാലൻസിങ് ലെങ്ത് കാണിക്കുന്നത് 3 മീറ്റർ. അതിൻ്റെ അർത്ഥം ഈ 3 മീറ്റർ വയറിന് അക്രോസ് ആയിട്ട് എത്ര പൊട്ടൻഷ്യൽ ഡ്രോപ്പ് വരുന്നുണ്ടോ അതേ പൊട്ടൻഷ്യലാണ് താഴെ കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ഓഫ് ബാറ്ററിക്ക് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 3 വോൾട്ട്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഇത് മാഗ്നറ്റിക് എഫക്ട്സിൽ നിന്നാണ്. വലിയ ന്യൂമറിക്സ് ഉള്ള ക്വസ്റ്റൻ ഒന്നുമല്ല, പക്ഷേ അതൊരു വെറൈറ്റി ക്വസ്റ്റൻ ആയിട്ട് തോന്നിയത് കൊണ്ട് എടുത്തതാണ്. എ കണ്ടക്ടിങ് വയർ ഈസ് ബെൻഡ് ഇൻ ദ ഫോം ഓഫ് എ പരാബോള y² = 2x. ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് വലിയ പാടുള്ളതൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് F = BIL അല്ലെങ്കിൽ F = IL × B വെച്ച് ചെയ്യുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോർമലി അങ്ങനെ, അതായത് പരാബോളയാണ് ട്രിക്ക്, കുറച്ചൊന്ന് ചിന്തിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തോന്നി, അതുകൊണ്ട് എടുത്തതാണ്. y² = 2x carries a current of 2 ampere as shown in the figure. This wire is placed in a uniform magnetic field B = -4k. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഞാൻ പറയാതെ അറിയാലോ, -4k ആണ്. ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് into the plane of paper. The magnetic force on the wire. Magnetic force on a current carrying wire എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുക്കുക? That is by the Lorentz
ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു IL ക്രോസ് ബി ആണ്. IL ക്രോസ് ബി. അപ്പോൾ എന്ത് വരണം? പിന്നെ ഇവിടെ IL ക്രോസ് ബി എടുക്കുമ്പോൾ ഒരു ഉപകാരമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് വരുന്നത് XY പ്ലെയിനിലും മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് Z ആക്സിസിലുമാണ്. കറണ്ട് വരുന്നത് XY പ്ലെയിനിലും മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് Z ആക്സിസിലുമാണ്. അതായത് പെർപെൻഡിക്കുലർ ആണ്. കറണ്ടിൻ്റെ ഡയറക്ഷനും കറണ്ട് ഇങ്ങനെയല്ല വരുന്നത്, XY പ്ലെയിനിലല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കല്ലേ. സോ കറണ്ട് എലമെൻറ്റ് മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. സോ ഈ IL ക്രോസ് ബിക്ക് പകരം നമ്മൾ വെറുതെ BAL എന്ന് എഴുതിയാൽ മതി. പക്ഷേ ഇപ്പോൾ എഴുതണ്ട, കാരണം അവിടെ നമുക്ക് ആൻസറുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 16 -16 32 -32 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയറക്ഷനെ ഇപ്പോൾ തൽക്കാലത്തേക്ക് നെഗ്ലക്ട് ചെയ്യേണ്ട, നമുക്ക് നോക്കണം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ ഈ കറണ്ട് എലമെൻറ്റ് എന്ന് പറയുമ്പോഴേ ഇത് 2 മീറ്റർ, ഈ കോർഡിനേറ്റ് തന്നിട്ടുള്ള 2 മീറ്ററാണ്. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വയർ വെച്ചിട്ടുള്ളതെങ്കിലും ഇവിടെ കറണ്ടിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ള പാത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് പോകുന്നത്. സോ ഇവിടെ നമുക്ക് ഇതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എത്രയായിട്ട് എടുക്കാം? ഇത് AB എന്ന് പറയുന്നതാണ് ആ വയറിൻ്റെ എഫക്റ്റീവ് ലെങ്ത്. ഇവിടെ കറണ്ട് പോകുന്നത് എങ്ങനെയാണ്? ഈ രീതിയിലാണ്, താഴേക്കാണ് കറണ്ട് പോകുന്നത്. ഇങ്ങനെയാണ് പോകുന്നത്. ബട്ട് A to B കറണ്ടിൻ്റെ പാത്ത് എങ്ങനെയാണ്? നേരെ താഴേക്കല്ലേ. അപ്പോൾ ഈ ലെങ്ത് എത്രയാണെന്ന് അറിയണം. അത് കണ്ടുപിടിക്കാനുള്ള വേണ്ടിയിട്ടാണ് പരാബോളയുടെ ഇക്വേഷൻ പറഞ്ഞിട്ടുള്ളത്. y² = 2x അല്ലേ. ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 2 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ y² എത്രയായിട്ട് കിട്ടും? 4 എന്ന് കിട്ടും. അപ്പോൾ y എത്ര വരും? +or-2. അതായത് ഇവിടെ +2ഉം ഇവിടെ -2 ആണ്. സോ നമുക്ക് AB എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ AB എന്ന് പറയുന്ന ആ ഒരു 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എത്രയായിട്ട് കിട്ടും? 4 ആണ് കിട്ടുക. അപ്പോൾ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, ഈ ഒരു AB എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ നമുക്ക് എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആയിട്ട് എടുക്കാം. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ എത്രയായിട്ട് കിട്ടി? 4 മീറ്റർ ആയിട്ട് കിട്ടി. കറണ്ട് പോകുന്നത് എങ്ങോട്ടാണ്? അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, കറണ്ട് പോകുന്നത് താഴേക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ ഫോഴ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫോഴ്സ് IL ക്രോസ് B. IL അതായത് വെക്റ്റർ IL ക്രോസ് വെക്റ്റർ B എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. കറണ്ട് എന്ന് പറഞ്ഞാൽ 2 ആമ്പിയർ ആണ് അല്ലേ, 2 ആമ്പിയർ ആണ്. പക്ഷേ വെക്റ്റർ IL ആക്കി മാറ്റുന്ന സമയത്ത് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2, ലെങ്ത് വരുന്നത് 4 ആണ്. വെക്ടറിലേക്ക് വരുമ്പോൾ താഴേക്ക് A to B കറണ്ട് പോകുന്നതുകൊണ്ട് അതിനെന്തായിട്ട് എഴുതണം? -j എന്ന് എഴുതണ്ടേ? -j ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ -4k ആണ്. ഈ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആയിപ്പോയി. അപ്പോൾ പിന്നെ അവിടെ നമുക്ക് ബാക്കി ആരുള്ളത്? 2 × 4 8, 8 × 4 32. 32 ഇൻറ്റു j ക്രോസ് k എന്നല്ലേ വരിക, കാരണം മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി. j ക്രോസ് k എന്ന് പറഞ്ഞാൽ I ആണ്. സോ യുവർ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു, അല്ലെ ദ ഫോഴ്സ് എക്സ്പീരിയൻസ് വിൽ ബി ഈക്വൽ ടു 32I എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. അത് ശ്രദ്ധിക്കണം എന്ന് പറയാം, കാരണം ആദ്യം തന്നെ BAL എടുക്കരുത്. കാരണം ഇവിടെ 32 -32 ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് വെക്ടർ നൊട്ടേഷനിൽ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇത് ബിയിൽ നിന്ന് എയിലേക്കാണ് കറണ്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ ശരിക്കും അവിടെ -32 വരും. നിങ്ങൾ ഡയറക്ഷൻ നോക്കാണ്ട് വെറുതെ BAL എടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോവും. ഓക്കെ, സോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് ചെയ്യാനുണ്ട്. നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനിൽ നിന്നാണ്. A particle moves in a straight line so that t = x² - 1. So what is the value of acceleration എന്നാണ് ചോദിച്ചിട്ടുള്ളത്. t = x² - 1 അല്ലേ. അപ്പോൾ ഞാൻ t², കാരണം ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഈ റൂട്ടൊക്കെ അങ്ങ് പൊക്കോട്ടെ, വെറുതെ എന്തിനാ? x² - 1 കിട്ടും. ഡിഫറൻഷിയേറ്റ് ചെയ്തോളൂ. എത്ര വരും? 2t = ടൈമിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. യു ഹാവ് ടു ഫൈൻഡ് ദ വെലോസിറ്റി. സോ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഇത് എത്ര വരും? 2x × dx/dt. ഇതങ്ങ് പോയി. അപ്പോൾ 2 വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് t = x × v എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. ഇതവിടെ നിൽക്കട്ടെ. ദിസ് ഇക്വേഷൻ ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 1. വെലോസിറ്റി ആയി. വെലോസിറ്റി = t/x അല്ലേ. വെലോസിറ്റി t/x = v എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. തെറ്റിട്ടൊന്നുമില്ലല്ലോ. v = t/x അതവിടെ നിൽക്കട്ടെ. t = x × v എന്ന് പറഞ്ഞ ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇതിന് ഒരു തവണ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിന് ഒരു തവണ കൂടെ ഇക്വേഷൻ നമ്പർ 1നെ ഒരു തവണ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 അല്ല 1 അല്ലേ. അയ്യോ 0 എന്നൊക്കെ ടൈമിൽ 1 = x × dv/dt അല്ലേ വരിക. dv/dt പ്ലസ് v മാറ്റി നിർത്തി ഇത് dx/dt ആയി. സോ 1 = ax. ഇത് dv/dt is acceleration plus v². So acceleration is equal to 1 - v² / x എന്നല്ലേ വരിക. 1 - v² / x എന്ന് വരും. അപ്പോൾ നമുക്കതിനെ
എന്തായിട്ട് എഴുതാം? 1 മൈനസ് വി സ്ക്വയർ ബൈ എക്സ് എന്ന് പറയുമ്പോൾ 1/x കോമൺ ആയിട്ട് പുറത്തേക്ക് 1/x പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരാ വരിക? 1 മൈനസ് വി സ്ക്വയറിൻ്റെ വാല്യൂ ഇവിടെ ഇല്ലേ? ഇവിടെ നമുക്ക് ടി ഈക്വൽ ടു എക്സ് ബൈ വി എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ടി ഈക്വൽ ടു എക്സ് ബൈ വി ആണെങ്കിൽ വി ഈക്വൽ ടു ടി ഡിവൈഡർ ബൈ എക്സ് വരും. അപ്പോൾ വി സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? ടി സ്ക്വയർ ഡിവൈഡർ ബൈ എക്സ് സ്ക്വയർ എന്നല്ലേ വരിക? ടി സ്ക്വയർ ഡിവൈഡർ ബൈ എക്സ് സ്ക്വയർ. സോ നമുക്കിനി ബാക്കി കാൽക്കുലേഷനിലേക്ക് പോകാം. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ 1/x ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ഡിവൈഡർ ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആളുണ്ടല്ലോ. ടി സ്ക്വയറിന് പകരം എക്സ് സ്ക്വയർ മൈനസ് 1 ഇതാ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 1/x ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എത്രയാണ് വരുന്നത്? എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. എക്സ് സ്ക്വയർ വെട്ടിപ്പോയി. സോ ബാക്കി അവിടെ വരുന്ന ആരാണ്? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 1/x ക്യൂബ് എന്ന് കിട്ടും. ഓപ്ഷനില്ലേ? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 1/x ക്യൂബ്. ഫസ്റ്റ് ഓപ്ഷൻ ഇറ്റ് സെൽഫ്. ഓക്കെ. അടുത്തത് അഗെയിൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് തന്നെയാണ്. യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്പെരിക്കൽ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്പെരിക്കൽ കണ്ടക്ടറിനോ അല്ലെങ്കിൽ സ്പിയറിനോ എടുത്താൽ മതി. തിൻ സ്പിയർ ഓഫ് റേഡിയസ് ആർ carries uniform surface charge density sigma per unit area, sigma coulomb per unit area. It's made of two hemispherical shells held together by pressing them with a force of F, and that F is proportional to force ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവർ തമ്മിലുള്ള ഈ ഒരു ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടുപേർക്കും സെയിം ചാർജ് ഡെൻസിറ്റി ഒക്കെയാണ്. അപ്പോൾ നമുക്കവിടെ ഇതിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ പറയാറുണ്ടല്ലോ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഡെൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അത് 1/2 × ε0 × E സ്ക്വയർ ആണ്. മക്കളെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഡെൻസിറ്റിയെ തന്നെയാണ് നമ്മൾ എന്തായിട്ട് പറയാറുള്ളത്? ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയാറുള്ളത്. ഇവിടെ ഒരു ആ സ്പെരിക്കൽ കണ്ടക്ടർ, അത് ഒറ്റ സ്പെരിക്കൽ കണ്ടക്ടറാണ്. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് 1/4πε0 × Q ഡിവൈഡർ ബൈ R ആണ്. ക്യൂവിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? സിഗ്മ × A എന്ന് കൊടുക്കാം. ക്യൂവിന് പകരം സിഗ്മ × A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സിഗ്മ × 4πr² ഡിവൈഡർ ബൈ 4πε0 R എന്ന് വരും. R² അല്ലേ, ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, തെറ്റിപ്പോയതാണ്. 4πε0 R². സോ ആ സ്പിയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് σ/ε0 ആണ്. അത് സ്പിയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾക്ക് ഇത് ഫെമിലിയർ ആയിരിക്കും. ഈ ഒരു ടൈമിൽ ഓർമ്മിച്ച് വെച്ചോളൂ. ഈ ഇലക്ട്രിക് ഫീൽഡിനെ ഇവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ദ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ഇസ് ഈക്വൽ ടു 1/2 × ε0 × σ² ഡിവൈഡർ ബൈ ε0², അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു σ² ഡിവൈഡർ ബൈ 2ε0 എന്ന് കിട്ടും. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവർ തമ്മിൽ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ എക്സ്റ്റേണൽ ഫോഴ്സ് എത്രയാണ്. ഫോഴ്സിന് പകരം ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്താ പാട്? പ്രഷർ ഇൻറ്റു ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ അല്ലേ, തെറ്റിക്കരുത്. ഈ ഓരോന്നിനും കിട്ടുന്ന ഫോഴ്സാണ് നോക്കേണ്ടത്, അല്ലാതെ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്ന ഫോഴ്സാണ്. സോ നിങ്ങൾ ഇവിടെ വരെയൊക്കെ ചിലപ്പോൾ മിക്കവാറും ശരിയായിട്ട് വരും. ഈ എ എന്ന് പറയുമ്പോൾ സ്പിയർ അല്ലേ, അപ്പോൾ ടോട്ടൽ ഏരിയ വരുന്നത് 4πr² എടുത്തേക്കാം. ഇവിടെ ഈ കേസിൽ ചിലപ്പോൾ അത് മിസ്റ്റേക്ക് വന്നു എന്ന് വരില്ല. ബട്ട് ഇവിടെ പ്രൊപ്പോർഷണൽ ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈക്വൽ ടു എന്ന് പറഞ്ഞ് ചോദിക്കാൻ എക്സാക്ട് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഇതിൻ്റെ ഈ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നേരെ കയറി 4πr² എന്ന് എഴുതി കളയരുത്. അപ്പോൾ നമുക്ക് എത്ര വരും? പ്രഷറിൻ്റെ വാല്യൂ തന്നിട്ടുള്ളത് σ² ഡിവൈഡർ ബൈ 2ε0, σ² ബൈ 2ε0 അല്ലേ. യെസ്, ഏരിയ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു πr². വെട്ടിക്കളയാൻ വേണ്ടി മാത്രം ഒന്നുമില്ല, വെട്ടിക്കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ നമുക്ക് എന്ത് പറയാം? ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എത്രയാണ് വരുന്നത്? ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇവിടെ ഇപ്പോൾ ഇതൊക്കെ കോൺസ്റ്റൻറ്റുകളല്ലേ, 2ε0 പിന്നെ പൈ കോൺസ്റ്റൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/ε0. 2ഉം പൈയും ഒക്കെ പൊക്കോട്ടെ. 2ഉം പൈ 1/ε0 ഇൻറ്റു σ² R² എന്ന് പറഞ്ഞ് കിട്ടും. ഇത് തന്നെ ആൻസർ. 1/ε0 ഇൻറ്റു σ² ഇൻറ്റു R². ഓപ്ഷൻ 1 വിൽ ബി ദ ആൻസർ. ഓക്കെ. സോ ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഗിവൺ സർക്യൂട്ട് ഓഫ് എ കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ. The given is a circuit of a capacitor and resistor. The time constant of the circuit. ആ ഇക്വേഷൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരു RC സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്?
റെസിസ്റ്റൻസ് ഇൻറ്റു കപ്പാസിറ്റൻസ് ആണ്. മറ്റേ LR സർക്യൂട്ട് ആണെങ്കിൽ അത് L/R ഇതാണെങ്കിൽ RC ആണ്. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിവിടെ RC കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ C തന്നിട്ടുണ്ട് ഹാഫ്, ഇത് ഹാഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഫാരഡ് ആണ്. പിന്നെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇത് 2, ഇത് 12, ഇത് 2, ഇത് 6. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താ പാട്? ഇവർ രണ്ടുപേരും പാരലൽ അല്ലേ, 6ഉം 12ഉം പാരലലാണ്. അപ്പോൾ 6 × 12/6 + 12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 ഓം എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. സോ ഇതിന് പകരമായിട്ട് ഇത്രയും ഈ 2 പേർക്ക് പകരമായിട്ട് നമുക്ക് എന്ത് കണക്ട് ചെയ്താൽ മതി? ഒരു 4 ഓം കണക്ട് ചെയ്താൽ മതി അവിടെ. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഇങ്ങനെയായില്ലേ, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരു 2 മൈക്രോ ഫാരഡ് അല്ല 2 ഓം, ഇവിടെ ഒരു 2 ഓം. 6ഉം 12ഉം പാരലൽ ആയതുകൊണ്ട് നമ്മൾ എത്ര കണക്ട് ചെയ്യുന്നു? ഒരു 4 കണക്ട് ചെയ്യുന്നു. ഇത് 2. അപ്പോൾ 2, 4, 2 എത്രയല്ലേ വരുന്നത്? തെറ്റിയിട്ടില്ലല്ലോ. 2. ഇവിടെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ വരുന്നത് ഹാഫ് മൈക്രോ ഫാരഡാണ്. അപ്പോൾ അവിടെ 6ഉം 12, 12 തെറ്റിയിട്ട് ഇവിടെ ഇപ്പോൾ 3, 4. അപ്പോൾ 4ഉം 2ഉം 6, 6ഉം 2ഉം 8. സോ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വരുന്നത് 8 ആണ്. സോ ടൈം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ വേറെ പാടൊന്നുമില്ലല്ലോ. 8 × 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് ആൻസർ വരിക. സോ നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് മക്കളെ. ഓക്കെ, താങ്ക് യു.